ഇന്ന് ഒരു ഡീപ്പ് ക്ലീനിങ് ഡേ ഇൻ മൈ ലൈഫാണെന്ന് വേണമെങ്കിൽ പറയാം. ആക്ച്വലി ഇന്നല്ല, ഇന്നലെ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് റൂമിലെത്തി സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റി ഡീപ്പ് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഞാൻ മെയിനായിട്ട് ഈ ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞ ഒരു പരിപാടി ചെയ്യുന്നത് വർഷത്തിലൊരു 3 പ്രാവശ്യമാണ്. ഒന്ന് സ്കൂൾ തുറക്കുന്നതിന് മുന്നേ, 2 ഓണത്തിൻ്റെ ഹോളിഡേയ്സ് കഴിയുമ്പോൾ, പിന്നെ ക്രിസ്മസിൻ്റെ ഹോളിഡേയ്സ് കഴിയുമ്പോൾ, അതായത് ന്യൂ ഇയറിൻ്റെ ടൈമിൽ. അപ്പോൾ ഈ 3 പ്രാവശ്യമാണ് ഞാൻ മെയിനായിട്ട് ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നത്. ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യും കേട്ടോ. അതായത് വാർഡ്രോബും റാക്കുകളും സീലിംഗ്, ഫാൻ, വിൻഡോൻ്റെ അവിടെ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഡസ്റ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്യുന്ന ഡീക്ലട്ടർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെ കുറേ നേരത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ മോള് വന്ന് പുറത്ത് പോയി കളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളുടെ കൂടെ കുറച്ച് നേരം പോയി കളിച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് വീണ്ടും ഇതേ പരിപാടിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ഞാൻ മുഴുവൻ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഇതിനെക്കാട്ട് ഒരുപാട് പണികൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. ഒരു ഫുൾ ഡേ എടുത്തു എനിക്കിത് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. ഈ ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുന്ന പ്രോസസ്സിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്ന 2 സംഗതികളാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ എപ്പോഴും കാണാത്ത അല്ലെങ്കിൽ എടുത്ത് നോക്കാത്ത ജേർണൽ എൻട്രീസോ ഡയറി എൻട്രീസോ അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ കാണാൻ കിട്ടും. 2 എന്ന് പറയുന്നത് ഡീപ്പ് ക്ലീനിങ് കഴിഞ്ഞിട്ടുള്ള റൂമിൻ്റെ എൻഡ് റിസൾട്ട്. അങ്ങനെ ഡീപ്പ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് റൂം നല്ല നീറ്റ് ആൻഡ് ഓർഗനൈസ്ഡ് ആയി. എല്ലാ വാർഡ്രോബ്സും ബുക്ക് റാക്സും അങ്ങനെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഡീക്ലട്ടർ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് ഓർഗനൈസ്ഡ് ആയിട്ട് തോന്നണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓപ്പൺ റാക്കാണ്. പിന്നെ മോൾക്ക് എടുക്കാനും തിരിച്ച് വെക്കാനൊക്കെ എളുപ്പത്തിനാണ് അവളുടെ സാധനങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഞങ്ങൾക്കിത് ഫംഗ്ഷൻ ആയിട്ടുള്ളൊരു രീതിയാണ്. ആ ഒരു രീതിയിലാണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ നിങ്ങൾ കുട്ടികളാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഓർഗനൈസ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.